എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ ട്രിപ്പ് പോകുന്ന ട്രാവലറിൽ നിന്നുള്ള സൗണ്ടാണ്. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മളെല്ലാവരും വൈബായി. ഇന്നത്തെ നമ്മുടെ യാത്ര തഞ്ചാവൂരേക്കാണ്. പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞാനും എൻ്റെ ടീമും കൂടെയാണ് പോകുന്നത്. പൊൻകുന്നത്ത് സുനിലേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്നായിരുന്നു ട്രാവലറും അറേഞ്ച് ചെയ്തിരുന്നത്. പോകുന്ന വഴി നമ്മൾ കുമളി എത്തിയപ്പോൾ ഡിന്നർ കഴിച്ചിട്ടാണ് പോയത്. കുറച്ചു നേരം പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമുക്കങ്ങ് വൈബ് കൂടിക്കൂടി വന്നിട്ട് പാട്ട് മൈക്കൊക്കെ വെച്ച് വളരെ സീരിയസ് ആയിട്ടിരുന്ന് പാടാൻ തുടങ്ങി കേട്ടോ. ബൈ ദ വേ ഞാൻ പറയാൻ മറന്നുപോയി, ഇതുപോലെ മലരെ മൗനമ എന്നുള്ളൊരു സോങ് കൂടെ ഈ കൂടെ തന്നെ ഞങ്ങൾ പാടി അത് ഞങ്ങൾ ഡ്രൈവ് ചെയ്തിരുന്ന ചേട്ടനടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര വൈറലായി 1 ബില്യൺ അടിക്കാറായിട്ടുണ്ട്. അതെങ്ങനെ പിന്നെ ഇപ്പം നമ്മൾ തമിഴ്നാട് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് റൂമിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ഫൈനലി വി ഹാവ് റീച്ച്ഡ്. റൂമിലെത്തി. ഞാൻ റൂം ജസ്റ്റ് കാണിക്കാവേ. നമ്മളിതാ ഇപ്പോൾ റൂമിലെത്തിയുള്ളൂ. ഇപ്പോൾ വെളുപ്പിനെ 3 മണി കഴിഞ്ഞു, 3:05 എന്തോ ആയി. അപ്പം ഇനി കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങണം. ഒത്തിരി നേരം ഉറങ്ങാൻ നമുക്ക് സമയമില്ല. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ കോംപ്ലിമെൻ്ററി ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടൈം കഴിയുന്നതിന് മുമ്പ് കഴിക്കണം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി നേരം കിടന്ന് ഉറങ്ങാൻ എന്തായാലും പറ്റില്ല. മാക്സിമം ഒരു 8-8:30 വരെയൊക്കെ പറ്റുള്ളൂ. അപ്പം എന്തായാലും ഉള്ള ടൈമിൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ. ഫ്രഷൊക്കെ ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട്. മാത്രമല്ല എനിക്കൊന്ന് നാളെ ഇങ്ങോട്ട് വരുന്ന വഴി 2-3 സോങ്സ് കേട്ടു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പറ്റിയ നാളെ വായിക്കാം എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ വയലിലുണ്ട്, എൻ്റെ 2 വയലിലും ഇരിപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. അതൊക്കെയാണ് രാവിലെയുള്ള പരിപാടികൾ. എന്തായാലും ഇപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് നമുക്ക് കാണാം. അപ്പോൾ രാവിലെ എണീറ്റ് അവർ ഫുഡ് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലേക്ക് പോവാണ്. അതും വലിയൊരു ഹോട്ടലിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോയി ഫുഡ് കഴിക്കാൻ പോവാണ്. ലിജോപ്പൻ ആക്ഷൻ കാണിക്കുക. ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ തമിഴ്നാടും കൂടെ ആയതുകൊണ്ട് എനിക്ക് അല്ലെ തന്നെ ഈ ഗീ പൊടി ഇഡ്ഡലി ഇഷ്ടമാണ്. അപ്പോൾ ഗീ പൊടി ഇഡ്ഡലി ഓർഡർ ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ കളർ വ്യത്യാസമുണ്ട്. നമ്മുടെ ഇവിടെ കിട്ടുന്നതല്ല. ഗീ പൊടി ഇങ്ങനെ കരിഞ്ഞ പോലത്തെ ഒരു സാധനമാണ്. പക്ഷേ ടേസ്റ്റ് ഭയങ്കരമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ച് കഴിച്ച് ഒരു രസമാലയും കൂടെ കഴിച്ചു. കാരണം അലൻ ഐസ്ക്രീം കഴിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് സഹിച്ചില്ല. പിന്നെ ഞാനും സുനിലാണ് ഓടിപ്പോയി രസമാല എടുത്തുകൊണ്ടെന്ന് കഴിച്ചു. അതൊരു കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് റൂമിൽ പോയി. നമ്മൾ രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇപ്പോൾ തിരിച്ച് റൂമിൽ വന്നു കേട്ടോ. ഞാനത് കഴിഞ്ഞ് കുറച്ച് നേരം വയലിൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പാട്ടുകൾ കുറച്ച് നോക്കാനുണ്ടെന്ന്. അപ്പോൾ ആ പാട്ടൊക്കെ വയലിൻ വെച്ച് ഞാൻ നോക്കി ഒരു 1.5 മണിക്കൂർ നോക്കിയിട്ട് ഇപ്പോൾ വീണ്ടും ഉച്ചയായി. ഇനി കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് വന്നിട്ട് കഴിക്കുന്നത് നമ്മുടെ കൺവെൻഷൻ സെൻറ്ററിൻ്റെ അടുത്ത് അവിടെയാണെന്നോ എന്തോ പറയുന്നത് കേട്ടു. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകണം. കഴിച്ച് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഫ്രഷൊക്കെ ആയി റെഡിയായി നമുക്കൊരു 4-4:30 ആകുമ്പോഴത്തേക്ക് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഗസ്റ്റുകൾക്ക് അവർക്ക് VIP ആയിട്ടുള്ളവർക്ക് അവർ ഫുഡ് അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അവിടെ തന്നെയാണ് കഴിച്ചത്. സദ്യയായിരുന്നു കേട്ടോ കൺവെൻഷൻ സെൻറ്ററിൽ ഉച്ചയ്ക്ക് അറേഞ്ച് ചെയ്ത്. ഉച്ചയ്ക്ക് ഫംഗ്ഷനൊന്നുമില്ല, ഫുഡ് മാത്രമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ അതെല്ലാം കഴിച്ചിട്ട് റൂമിൽ തിരിച്ച് പോയിട്ട് വീണ്ടും തിരിച്ചത് ഓഡിറ്റോറിയത്തിൽ ടൈം ആയപ്പോഴത്തേക്ക് റെഡിയായി വന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്ന കൺവെൻഷൻ സെൻറ്റർ. അവിടെ വന്നു. എന്നിട്ട് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പറയാൻ മറന്നു, മിക്കവരും നിങ്ങൾക്ക് എൻ്റെ കൂടെ ഉള്ളവരെ അറിയാമെങ്കിലും ഞാൻ ജസ്റ്റ് പറയുകയാണ്. ഈ കീബോർഡ് വായിക്കുന്ന സുനിലേട്ടൻ ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാമായിരിക്കും. എൻ്റെ പുറകിൽ അലൻ നിൽപ്പുണ്ട് കേട്ടോ, ബേസ് ഗിറ്റാർ. അവനെ കാണുന്നില്ല ഈ വീഡിയോയിൽ. പിന്നെ അത് ഡ്രംസ് വായിച്ചത് സോനുക്കുട്ടൻ. പിന്നെ ഇത് ലിജോപ്പൻ.
നമ്മുടെ പ്രോഗ്രാം അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർ 2-3 ടീംസ് വന്നിട്ട് പൊന്നാട ഇട്ടു. കുറേ പൊന്നാടകൾ നമുക്ക് കിട്ടി കേട്ടോ. അങ്ങനെ പരിപാടിയെല്ലാം സക്സസ്ഫുള്ളി കഴിഞ്ഞ് അവിടെ നമുക്ക് ചെറുതായിട്ടൊരു ഡിന്നർ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കഴിച്ചു. ഇതാണ് പെണ്ണും ചെറുക്കനും ഫാമിലി കേട്ടോ. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് റൂമിൽ പോകുന്നതിന് മുമ്പ് തഞ്ചാവൂർ അമ്പലത്തിൻ്റെ അവിടെ പോയി. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ അകത്ത് കയറാൻ പറ്റില്ല. രാത്രിയാണ്ട് അവിടെ ഭയങ്കര സെക്യൂരിറ്റി പ്രോബ്ലം ആണ്. അവർ ഓടിച്ചു വിട്ട്. അപ്പോൾ അകത്ത് കയറാതെ പുറത്ത് നിന്ന് നിർവൃത്തി അടഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോന്നു കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ തിരിച്ചപ്പം തന്നെ വീട്ടിലേക്ക് ഇറങ്ങി കേട്ടോ. രാത്രി ഒരു 1 മണിക്ക് ഇറങ്ങി. നമ്മൾ രാവിലെ ആയപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ വീട് എത്താറായി. ഞങ്ങൾ പൊൻകുന്നത്ത് ചെന്നിട്ട് അവിടെ നിന്നാണ് എന്നെക്കൊണ്ട് സുനിലേട്ടൻ വീട്ടിൽ വിട്ടത്. അപ്പോൾ അത്ര ഉള്ളായിരുന്നു നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.